സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ ദാദാസാഹേബ് പുരസ്കാരം നേടിയ മോഹൻലാലിന് അഭിനന്ദനം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 49 റിവ്യൂ. ഇന്നത്തെ എപ്പിസോഡിൽ ആരോപണ കാർഡുകൾ വലിച്ചു കയറിയെന്ന് മോഹൻലാൽ. പുതിയ കളികൾ കളിക്കാൻ എല്ലാവരുമായി മോഹൻലാൽ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷാനവാസിനും രണയ്ക്കുമുള്ള ജയിൽ ലാലേട്ടന് പ്രണയക്കത്തുകൾ തയ്യാറാക്കാനായിരുന്നു അവർക്കുള്ള ടാസ്ക്. നൂറയുടെയും ആതിരയുടെയും തമ്മിലുള്ള സംസാരം. ഇവർക്കിപ്പോൾ വേണ്ടത് ഷാനവാസിക്കയെ ഒറ്റപ്പെടുത്തണം എന്ന് നൂറ. അക്ബറിന് ഓൾറെഡി ഷാനവാസിക്കയോട് പ്രശ്നമുണ്ട്. നൂറ വീണ്ടും. ആതിര ഇപ്പോൾ നമ്മളോട്. ആതിലയുടെയും നൂറയുടെയും ഈ സംസാരത്തിൽ നിന്ന് വ്യക്തമാണ് തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്കറിയാം. അത് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുക്കണം. അതിനാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ഓരോരോ അഭിപ്രായങ്ങൾ പറയുന്നത്. മോഹൻലാൽ അനീഷിനോടും അക്ബറിനോടും ചോദിച്ചു, നോമിനേഷൻ പവറും ക്യാപ്റ്റൻസി സ്ഥാനവും നഷ്ടപ്പെട്ടത് വിഷമമുണ്ടോ, അത് തിരിച്ചു വേണമെന്ന്. അവർക്കൊരു ടാസ്ക് കൊടുത്തു. ഈ ടാസ്ക് വിജയിക്കുകയാണെങ്കിൽ വിജയിക്കുന്ന ആൾക്ക് തിരിച്ചു നൽകാം. 15 ശബ്ദങ്ങൾ കേൾപ്പിക്കും. ആ ശബ്ദത്തിനനുസരിച്ചുള്ള രൂപങ്ങൾ കാണിക്കും. എന്നിട്ട് പല രീതിയിൽ തിരിച്ചും മറിച്ചും അത് കേൾപ്പിക്കും. എന്നിട്ട് കറക്റ്റായിട്ട് ഓരോന്ന് ചേരുമ്പൊടി ചേർക്കുന്ന പോലെ ചേർത്ത് വെച്ച് കൂടുതൽ ശരിയാക്കുന്നവർ ജയിക്കും. അക്ബർ 4 അനീഷ് 2 ശരിയാക്കിയത്. അക്ബറിന് ക്യാപ്റ്റൻസിയിലേക്ക് ഇനി മത്സരിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവരെയും സന്തോഷിപ്പിക്കാനാണ് മോഹൻലാൽ തീരുമാനിച്ചതെന്ന് തോന്നുന്നു. എല്ലാവരോടും തമാശകൾ പറഞ്ഞു ചിരിക്കുകയും ജനറൽ നോളജുകളും കണങ്കഥകളും ചോദിക്കുകയാണ് ചെയ്തത്. കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞ അനീഷിന് തന്റെ നോമിനേഷൻ പവർ തിരിച്ചു കിട്ടി. ഇതിനുശേഷം ഹോട്ടൽ ടാസ്കിനെ പറ്റി മോഹൻലാൽ ചോദിച്ചു. ഭക്ഷണത്തിൽ ഉപ്പ് വാരിയിട്ടതിനെ പറ്റി മോഹൻലാൽ ചോദിച്ചു. എന്നിട്ട് ഒണിലിനോട് ചോദിച്ചു, ആ ഉപ്പിട്ട ഭക്ഷണം തന്നെ ഗസ്റ്റിന് കൊണ്ട് കൊടുക്കാമായിരുന്നില്ല, മുതലാളിയുടെ മകൾ തന്നിട്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറയാമായിരുന്നല്ലോ എന്ന് മോഹൻലാൽ. ലക്ഷ്മിയും അനുമോളൊക്കെ പറഞ്ഞ ആദ്യത്തെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു. സാബുവിനോട് മാജിക്കൽ പവർ യൂസ് ചെയ്യാത്തത് എന്തെന്ന് മോഹൻലാൽ ചോദിച്ചു. ഷിയാസ് ചോദിച്ചപ്പോൾ പ്ലാച്ചി എന്തിനാണ് എടുത്തു കൊടുത്തതെന്ന് അനുമോളോട്. എടുത്തു കളഞ്ഞപ്പോൾ അലറി കരഞ്ഞപ്പോൾ അനുമോളായി മാറിയില്ല, അപ്പൊ ടാസ്കിൽ നിന്ന് മാറിപ്പോയില്ലെന്ന് വീണ്ടും മോഹൻലാൽ. സെക്യൂരിറ്റിയുടെ കൂടെ എപ്പോഴും കാണേണ്ട തോക്ക് എവിടെ പോയിരുന്നു മോഹൻലാൽ. മാവ് കുഴയ്ക്കാൻ പോയപ്പോൾ കാണാതായി എന്ന് ജിസൈൽ. സെക്യൂരിറ്റിക്ക് ഇതാണ് പണിയെന്ന് മോഹൻലാൽ. ചാറ് കിട്ടാത്തതുകൊണ്ട് എന്തിനാണ് കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്ന് മോഹൻലാൽ. ചാറ് അവർക്ക് തോന്നിയാലല്ലേ തരേണ്ടതുള്ളൂ എന്ന് മോഹൻലാൽ. ഷാനവാസിനോട് യൂണിഫോം മാറിയാലേ ജോലി ചെയ്യൂന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി യൂണിഫോം മാറി വന്നിട്ട് അതങ്ങ് റെഡിയാക്കി കൊടുത്താൽ പറയായിരുന്നു, ബെഡ് ശരിയാക്കിയ പോരായിരുന്നു എന്ന് മോഹൻലാൽ. ഗസ്റ്റായിട്ട് വന്ന ആര്യനെന്തിനാണ് മറ്റൊരു ഗസ്റ്റിന്റെ സാരി പിടിച്ചുകൊണ്ട് നടന്നതെന്ന് മോഹൻലാൽ. പിന്നെ അതുമാത്രമല്ല അടുക്കളയിൽ പാത്രം കഴുകാനൊക്കെ പോകുന്നത് ഗസ്റ്റായി വന്ന ആള്. നൂറയും അഭിലാഷിനെയും അനീഷിനെയും ഷാനവാസിനെയൊക്കെ അഭിനന്ദിക്കുന്നുണ്ട് മോഹൻലാൽ. ഷാനവാസും റണയും എഴുതിയ പ്രണയ കത്തുകളിൽ ഓരോന്ന് വീതം അവരെ കൊണ്ട് തന്നെ മോഹൻലാൽ വായിപ്പിക്കുന്നുണ്ട്. മോഹൻലാലിനോടുള്ള അവരുടെ ആരാധന അതിൽ വ്യക്തമായി കാണാം. ആരോപണ കാർഡുകളെല്ലാം ഞാൻ വലിച്ചു കയറിയെന്ന് മോഹൻലാൽ. ഷാനവാസിന്റെ ആരോപണങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ പറയാതിരിക്കുകയാണ് നല്ലത്. നിവിന്റെ കാര്യം ഷാനവാസിന്റെ കാര്യം എടുത്തിടാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. നിവിൻ അവിടെ എന്തൊക്കെയോ സാഡൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. മോഹൻലാൽ പക്ഷേ അതങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല. ജിഷിൻ ഭക്ഷണം കഴിക്കാത്തതിനെ പറ്റി മോഹൻലാൽ ചോദിക്കുന്നു. ജിഷിൻ പറയും താൻ ഒരു മുട്ട പോലും കഴിക്കാത്ത ആളാണെന്നും അത് ആ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണമെന്ന് മോഹൻലാൽ അവിടെയുള്ളവരോട് പറയുന്നു. അടുത്ത കിച്ചൺ ടീം ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് മോഹൻലാൽ. അതിനുശേഷം ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, എല്ലാവരും പുറത്തേക്ക് വരണമെന്ന് മോഹൻലാൽ. പാട്ടൊക്കെ കേട്ട് ഗസ്റ്റിനായി വരുന്ന നോക്കുമ്പോൾ അതാ വരുന്നു പാച്ചി. അനുമോൾ ഓടിച്ചെന്ന് ഉമ്മ കൊടുത്തൊക്കെ സ്വീകരിക്കുന്നു. ഇനി പ്രാച്ചിയുമായിട്ടുള്ള വെറുപ്പേര് കാണുന്നു. സഹിക്കാൻ വയ്യ. ഇനി അടുത്ത ദിവസം പ്രാച്ചിയുമത്തുള്ള കലാപരിപാടികൾ കാണാൻ നമുക്ക്. വിഷാദിച്ചിരിക്കുന്ന നെവിനോട് മോഹൻലാൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പറയുന്നുണ്ട്, ആരോപണങ്ങളൊന്നും ഇനി ചോദിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞതെന്ന്. ഹൗസിലുള്ളവർക്ക് ഇതുപോലത്തെ വിഷയങ്ങളും ഭക്ഷണത്തിന് വേണ്ടി അടിയും അല്ലാതെ എന്താണ് അവിടെയുള്ളത്? ഗെയിം മാറുമോ കണ്ടറിയാം. നോമിനേഷനിൽ ബിന്നി, നൂറ, നെവിൻ എന്നിവർ സേവായി. ബാക്കിയുള്ളവരെ പറ്റി നാളെ അറിയാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമൻറ്റ് ചെയ്യാമോ? നാളെ ആരായിരിക്കും പോകുന്നത്? ഇപ്പോൾ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ സജീവമാണ് ആരൊക്കെ പോകുന്നതെന്ന്. നാളെ അറിയാം നമുക്ക് കറക്റ്റായിട്ട്.